തിരുവനന്തപുരത്ത് പ്രവചനാതീതമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഒന്നിലധികം മണ്ഡലങ്ങളിൽ വിജയസാധ്യത ബി ജെ പിക്ക് ഉണ്ട്. പല സർവേകളും, മാതൃഭൂമിയുടെ സർവേയൊക്കെ ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ബലാബലം അല്ലെങ്കിൽ ടൈറ്റ് ഫൈറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബി ജെ പി ജയിക്കുന്നത് കൊടുക്കാൻ പറ്റില്ല. ബി ജെ പി ജയിക്കുമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് അവർക്ക് തിരിച്ചടിയാവും. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ചില ആളുകൾ തങ്ങൾക്കെതിരാകും. അതുമാത്രമല്ല, ബി ജെ പി ജയിക്കാൻ പാടില്ല. കാരണം പഴയ SFIക്കാരായ മാധ്യമപ്രവർത്തകരൊക്കെയാണ് ഭൂരിഭാഗവും മാതൃഭൂമിയിലൊക്കെ ഉള്ളത്. പിന്നെ ആ ചാനലിൻ്റെയൊക്കെ പോളിസി, മാതൃഭൂമി മാത്രമല്ല എല്ലാ ചാനലുകളും, കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ആ രീതിയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരത്ത് ഇത്തവണ ഒന്നിലധികം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. നേമത്ത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നുള്ളൊരു പ്രതീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. നിയമമണ്ഡലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു വിഷനറിയായ, ഒരു ടെക്നോക്രാറ്റായുള്ള, വികസനം കൊണ്ടുവരാൻ ഉറപ്പായും പറ്റുന്ന ഒരു ലീഡർ, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അത് ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ടായി മാറിയിരുന്നു. അതുമാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിയമമണ്ഡലത്തിൽ 22,000-ലധികം വോട്ടിൻ്റെ ലീഡ് നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അടുത്ത ആൾ, പ്രധാനമന്ത്രിയുമായിട്ട് ആക്സസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഒരു വിഷനറി. കാരണം ശിവൻകുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് ഓൾറെഡി എക്സ്പോസ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. മാക്സിമം എത്ര പോകുമെന്നുള്ള ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായിട്ട്, അതായത് നിഷ്പക്ഷ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായിട്ട് നേമത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു. കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ വോട്ടുകൾ പിടിച്ചു. പക്ഷേ അവസാന നിമിഷം ശിവൻകുട്ടി ജയിച്ചു കയറിയത് നമുക്കറിയാം. മത തീവ്രവാദികളുടെ സപ്പോർട്ടൊക്കെ വാങ്ങിയിട്ടാണ്, SDP ഉൾപ്പെടെയുള്ള തീവ്രവാദികളുടെ സപ്പോർട്ടൊക്കെ വാങ്ങിയിട്ടാണ്. ഇത്തവണയും അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എല്ലാം പിന്തുണ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ശിവൻകുട്ടിക്കായിരിക്കും. കാരണം ശബരിനാഥ് മത്സരരംഗത്തുണ്ടെങ്കിലും ശിവൻകുട്ടിയാണ് ബി ജെ പിക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത്. ബി ജെ പിയും CPM-ഉം തമ്മിൽ, അല്ലെങ്കിൽ LDF-ഉം NDA-യും തമ്മിലാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ നമുക്ക് ഊഹിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്തവണ യുവാക്കളുടെയും സ്ത്രീകളുടെയും നിഷ്പക്ഷരുടെയും എല്ലാം വോട്ടുകൾ വലിയ തോതിൽ ആകർഷിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും. ബി ജെ പിയുടെ വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടും. അതിനൊപ്പം തന്നെ ഈ പറയുന്ന നിഷ്പക്ഷ വോട്ടുകൾ, അല്ലെങ്കിൽ എക്സ്ട്രാ വോട്ട്, ഇൻക്രിമെൻ്റൽ വോട്ട് ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ജനങ്ങളോട് സംസാരിക്കുമ്പോഴും നമുക്കത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തവണ നേമത്ത് എന്തായാലും ബി ജെ പി വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ കഴക്കൂട്ടത്ത് നല്ല പ്രതീക്ഷയുണ്ട്. ഒരു ടഫ് ഫൈറ്റ് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രന് വി മുരളീധരൻ കൊടുക്കുന്നത്. അദ്ദേഹം എവിടെ മത്സരിക്കുന്നുണ്ടോ ആ മണ്ഡലത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു ലീഡറാണ് വി മുരളീധരൻ. ആദ്യമായിട്ട് 42,000 വോട്ടായിട്ട് ബി ജെ പിയുടെ ആ ഒരു നിലയെ എത്തിച്ചത് മുരളീധരനാണ്. അതുമാത്രമല്ല, അദ്ദേഹം ആദ്യമായിട്ട് ബി ജെ പി കഴക്കൂട്ടം മണ്ഡലത്തിൽ 2016 2-ാം സ്ഥാനത്ത് എത്തിച്ചു. ഇത്തവണയും ഒരു ടഫ് ഫൈറ്റ് തന്നെയാണ് വി മുരളീധരൻ കൊടുക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്. കാരണം ഒരുപാട് വിഷയങ്ങൾ കടകംപള്ളിയെ ബാധിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള വിഷയം വലിയൊരു ചർച്ചയായിട്ട് മാറ്റാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഭരണവിരുദ്ധ വികാരം, കടകംപള്ളിക്കെതിരെയുള്ളൊരു വികാരം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു. 28 വാർഡുകൾ, കഴക്കൂട്ടത്തെ 28 വാർഡുകളിൽ 15 വാർഡുകളിലും ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചു. അത് ചരിത്രമാണ്. വലിയൊരു മുന്നേറ്റമാണ് കഴക്കൂട്ടത്ത് ബി ജെ പി നടത്തിയത്. അതിൻ്റെ ബലത്തിലാണ് സത്യത്തിൽ കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് നേടാൻ സാധിച്ചത്. പല മാർക്സിസ്റ്റ് കോട്ടകളും തകർന്നു വീണു. കടകംപള്ളിയുടെ കോട്ട പോലും തകർന്നു വീണ ഒരവസ്ഥയുണ്ടായി. കടകംപള്ളിയുടെ വാർഡിൽ ജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ മുരളീധരനെ സംബന്ധിച്ച്, മുരളീധരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുള്ള എക്സ്പീരിയൻസ്, അതുകൂടാതെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വലിയ ഒരു അനുഭവപരിചയമുള്ള, ഒരു പാർലമെൻറ്റേറിയൻ ഇമേജ് ഒക്കെയുള്ള ഒരു ലീഡറാണ്. അപ്പോൾ മുരളീധരൻ വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ വികസനം ഉണ്ടാകും. കേന്ദ്രവുമായി അടുത്ത ബന്ധമാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ലീഡറാണ്. കഴക്കൂട്ടം പോലെയുള്ള IT മേഖലയ്ക്കൊക്കെ നിർണായക സ്വാധീനമുള്ള ഒരു മോഡേൺ അപ്രോച്ച് ആവശ്യമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വി മുരളീധരനെ പോലുള്ള ഒരു വിഷനറി അവിടെ ജയിച്ചു കയറേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു ബോധം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുണ്ട്. പിന്നെ ശരത്ചന്ദ്ര പ്രസാദ് അത്യാവശ്യം വോട്ട് പിടിക്കുകയാണെങ്കിൽ മുരളീധരന് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാകാൻ സാധ്യതയുണ്ട്. കാരണം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റാകാതെ പോകുക എന്നതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തിരുവനന്തപുരത്ത് നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ള നിലവിലെ ഒരു സാഹചര്യം വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ അത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് എന്തായാലും ശ്രീലേഖ ഇപ്പോഴും ഗെയിമിലുണ്ട്. ഇടയ്ക്ക് ശ്രീലേഖ മൂന്നാമത് പോകുന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ UDF LDF ക്യാമ്പുകളിൽ നിന്നൊക്കെ അഴിച്ചു വിട്ടിരുന്നു. പക്ഷേ ശ്രീലേഖ ജനങ്ങളുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ലൈം ലൈറ്റിൽ നിൽക്കുന്നു, എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ നഗര
പ്രദേശങ്ങളിൽ, അതായത് വട്ടിയൂർക്കാവിൻ്റെ നഗര മേഖലകളിൽ നിർണായകമായിട്ടുള്ളൊരു മുൻതൂക്കം ശ്രീലേഖയ്ക്ക് ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടഫ് ഫൈറ്റാണ്, ഒരു ട്രൈ കോണേഡ് കോണ്ടസ്റ്റ് തന്നെയാണ്. കാരണം കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ്, പിന്നെ കൂടാതെ യുവത്വത്തിൻ്റെ കരുത്തുമായിട്ട് മുന്നേറുന്നു എന്ന് അവകാശപ്പെടുന്ന വി കെ പ്രശാന്ത്. അപ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും നേരിടുമ്പോൾ നല്ലൊരു വെല്ലുവിളി തന്നെ ബി ജെ പിക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കിയ മുന്നേറ്റം, അതുകൂടാതെ ശ്രീലേഖയ്ക്ക് ഇപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത, അതൊക്കെ ഒരു നിർണായക ഘടകമാണ്. അപ്പം ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ, ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പ്രശാന്തും ശ്രീലേഖയും തമ്മിലാണ് ശരിക്കും ബാറ്റിൽ നടക്കുന്നത്. മുരളീധരൻ തൊട്ടു പിന്നിലുണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ മത്സരം വി കെ പ്രശാന്തും ശ്രീലേഖയും തമ്മിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, നിഷ്പക്ഷ വോട്ടുകൾ എത്രത്തോളം ഈ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ പിടിക്കും, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പൊളിറ്റിക്കൽ വോട്ട് ഇപ്പോൾ ബി ജെ പിക്കാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും ലഭിക്കും. പക്ഷേ നിഷ്പക്ഷരായുള്ള ജനങ്ങളെ ആർക്ക് ആകർഷിക്കാൻ സാധിക്കും? അത് ശ്രീലേഖയ്ക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ വി കെ പ്രശാന്തിന് പതിവ് പോലെ ഇത്തവണ അത് സാധിക്കുമോ, അല്ലെങ്കിൽ മുരളീധരൻ ആ പഴയ പ്രഭാവത്തിലേക്ക് തിരിച്ചു വരുമോ? ഇതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. എന്തായാലും വട്ടിയൂർക്കാവിൽ ഒരിക്കലും ആർ ശ്രീലേഖയെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല. കാരണം സംഘത്തിൻ്റെ പ്രവർത്തകരൊക്കെ വളരെ സജീവമായി തന്നെ അവിടെ കർമ്മരംഗത്തുണ്ട്. അവരെ സംബന്ധിച്ച് അവർ ജയിക്കാൻ വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവചനാതീതമായ ഒരു പോരാട്ടമാണ്. ഒരു ചെറിയ എഡ്ജ് വി കെ പ്രശാന്തിന് നിലവിലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്ഥിതിഗതികൾ മാറാം. പ്രത്യേകിച്ച് ഇനിയുള്ള ദിനങ്ങൾ അത്രയും നിർണായകമാണ് എന്നതാണ് ഒരു വസ്തുത. തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരമുണ്ട്. ബി ജെ പി ജയിക്കണം, അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പാർട്ടിയുടെ ഒരു ജയസാധ്യത തന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം ബി ജെ പി ജയിക്കുമെന്ന് കാണുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്ന ഒരുപാട് പേരുണ്ട്. വെറുതെ വോട്ട് വേസ്റ്റ് ആക്കരുതെന്ന് ചിന്തിച്ച് പല ആളുകളും നിവൃത്തിയില്ലാത്തത് കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതെ മറ്റ് പാർട്ടികൾക്ക്, അത് യു ഡി എഫിനും എൽ ഡി എഫിനും മാറി മാറി വോട്ട് ചെയ്യുന്ന സമ്പ്രദായമൊക്കെ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലുണ്ട്. പക്ഷേ ബി ജെ പി ജയിക്കുന്ന ഇടങ്ങളിൽ ടാക്ടിക്കലായി തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാണെന്നുള്ളത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടു. കോർപ്പറേഷൻ ബി ജെ പി പിടിക്കുമെന്നുള്ളൊരു പ്രതീതി വന്നതോടുകൂടി ഭരണവിരുദ്ധ വികാരം പേറുന്ന വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ്. അത് ഈ നിയമസഭാ ഇലക്ഷനിലും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഒരു വമ്പൻ ഒരു പ്രവർത്തനം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മൊത്തം അതിൻ്റെ ഒരു ഫീല് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്തവണ പല മണ്ഡലങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതിലൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് കാട്ടാക്കട. കാരണം കാട്ടാക്കട ബി ജെ പിയെ സംബന്ധിച്ച് ഒരു അണ്ടർ റേറ്റഡ് മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ബി ജെ പിക്ക് വലിയൊരു സാധ്യതയുള്ള സ്കോപ്പുള്ള ഒരു മണ്ഡലം തന്നെയാണ് കാട്ടാക്കട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസ് അവിടെ 34,000 വോട്ടാണ് നേടിയത്. അതിനു മുമ്പ് അദ്ദേഹം അവിടെ മത്സരിച്ചപ്പോൾ 36,000-ലധികം വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒന്നാമതെത്താൻ സാധിച്ചു. 47,000 വോട്ട് വി മുരളീധരൻ അവിടെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5,000-നടുത്ത് 4,500-ന് മുകളിൽ ഒരു ഭൂരിപക്ഷവും കാട്ടാക്കട മണ്ഡലത്തിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിനാണ് അവിടെ ലീഡ് നഷ്ടമായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 പഞ്ചായത്തുകളാണ് കാട്ടാക്കട നിയമസഭ അസംബ്ലി അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിലുള്ളത്. അവിടെ 6-ൽ 2 പഞ്ചായത്തുകൾ നിലവിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ്. വിളപ്പിൽശാല, മാറനെല്ലൂർ എന്നീ 2 പഞ്ചായത്തുകൾ ബി ജെ പിയുടെ ഭരണത്തിലാണ്. പല പഞ്ചായത്തുകളിലും ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം നിർണായക ശക്തിയാണ് ബി ജെ പി. അതായത് ബി ജെ പിക്ക് വേണമെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട. ഇത്തവണ കൃഷ്ണദാസും അതുകൂടാതെ തന്നെ MR ബൈജുവും പിന്നെ നിലവിലെ MLA ആയ IB സതീഷും തമ്മിലാണ് പോരാട്ടം. കൃഷ്ണദാസ് കുറേ കാലമായിട്ട് അവിടെ ഫെമിലറാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിക്കുകയാണ്. ഇത്തവണ 4ാം തവണയാണ് അദ്ദേഹം കാട്ടാക്കടയിൽ നിന്ന് ജനവിധി തേടാൻ പോകുന്നത്. ജനകീയമായ ഒരുപാട് ഇടപെടലുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. വളരെ സജീവമായിട്ട് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് ഉണ്ട്. RSSൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ത്രികോണ പോരാട്ടം നടക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് ജയിച്ച് കയറാൻ പറ്റുന്ന, ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ച് കയറാൻ പറ്റുന്ന മണ്ഡലമായിട്ട് കാട്ടാക്കട മാറിയിട്ടുണ്ട്. CPMൻ്റെ ചില ഇൻറ്റേർണൽ സർവേകളിലൊക്കെ ബി ജെ പിയുടെ പ്രകടനം നിർണായകമായിരിക്കും, ചിലപ്പം ജയിച്ചേക്കാം എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മണ്ഡലം വളരെ ശ്രദ്ധയാകർഷിക്കുന്ന പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് യുവരാജ് ഗോകുലിൻ്റെ ഒരു സാന്നിധ്യം. ബി ജെ പിയുടെ യുവമുഖം, മികച്ച പ്രാസംഗികനാണ്, ചാനൽ ചർച്ചകളിലൊക്കെ തീപ്പൊരിയായിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു ഡിബേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് യുവരാജ് ഗോകുൽ. നല്ല ഓർഗനൈസറാണ്, എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫിഗറാണ്. വളരെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് യുവരാജ്
യുവരാജ് ഗോകുൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പയിനിങ്ങിൽ ഒരുപക്ഷെ ആർക്കാണ് മുൻതൂക്കമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് യുവരാജ് ഗോകുലിനാണെന്ന് പറയേണ്ടി വരും. ആ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും, വ്യക്തമായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. യുവരാജ് ഗോകുലിനെ സംബന്ധിച്ച് ഇത്തവണ വലിയൊരു മുന്നേറ്റം നെടുമങ്ങാട് മണ്ഡലത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. BJPക്ക് ഒരു ബേസ് വോട്ടായിട്ട് ഒരു 35,000 വോട്ടുള്ള ഒരു മണ്ഡലമാണ് നെടുമങ്ങാട്. ഭാവിയിൽ BJPക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് നെടുമങ്ങാട്. ഇപ്പം GRNൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ ജയിച്ച് കയറിയേക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത്തവണ ചിലപ്പോൾ കോൺഗ്രസിനെ മറികടന്ന് UDFനെ മറികടന്ന് BJP രണ്ടാമത് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം യുവരാജ് ഗോകുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. ഇത്തവണ യുവരാജ് ഗോകുൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ച് രണ്ടാമതൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത തവണ ആ മണ്ഡലം യുവരാജ് ഗോകുൽ പിടിച്ചിരിക്കും. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ ഒരു യുവ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. BJPക്ക് നല്ലൊരു സാധ്യതയുള്ള ഭാവിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, അതായത് വളർത്തിക്കൊണ്ടുവന്ന് ഒരു ഡെവലപ്പ് ചെയ്ത് തങ്ങളുടെ ഒരു മണ്ഡലമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം നെടുമങ്ങാടുണ്ട്. GRNലിന് വ്യക്തമായുള്ള മേധാവിത്വം നിലവിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയില്ല അടിയൊഴുക്കുകളൊക്കെ ഏത് രീതിയിൽ പോകുമെന്നത്. മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി CPL നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തവണ ചിലപ്പോൾ യുവരാജ് ഗോകുൽ രണ്ടാമത് വന്നേക്കാം. മീനാങ്കൽ കുമാറിനെയും വെട്ടിച്ച് UDF സ്ഥാനാർത്ഥിയെയും മറികടന്ന് രണ്ടാമത് വന്നേക്കാമെന്നുള്ള ഒരു വിലയിരുത്തൽ ശക്തമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ത്രികോണ പോരാട്ടമാണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ നടക്കുന്നത്. കാര്യങ്ങൾ GRNലിന് അത്ര എളുപ്പമല്ല. പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ് നെടുമങ്ങാട്.